ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നല്ല പൊടിയായിട്ടുള്ള ഉപ്പുമാവ് റെഡിയാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ ഗോതമ്പ് നുറുക്കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്കിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളിവിടെ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അടുപ്പിൽ വേവിക്കുമ്പോൾ നമ്മൾ സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. ഫുള്ളിൽ വെക്കരുത്, വെള്ളം പെട്ടെന്ന് വറ്റി കരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം അങ്ങനെ കുക്കറിൽ വെന്ത പരുവാണ് ഈ കാണുന്നത്. വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. എല്ലാം ചെറുതാക്കി അരിയണം കേട്ടോ. കറിവേപ്പിലുണ്ട്, വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞുണ്ട്, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാട്ടോ അരിഞ്ഞു വെച്ചത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പത്ത് നല്ല പരന്നൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്രഷ് ചെയ്ത മുളകാട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്ന് പരിപ്പ് ഇടാൻ ഞാൻ മറന്നു പോയതാ. അപ്പോൾ ആ കടുക് മുളകൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഉഴുന്ന് പരിപ്പ് നമുക്ക് ഇടാം കേട്ടോ. ഇനി ഈ ഉഴുന്ന് പരിപ്പും കൂടി നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ഉഴുന്ന് പരിപ്പും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോതമ്പ് നുറുക്ക് വേവിച്ചതുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിച്ചുകൊണ്ട് നമ്മൾ ഈ കട്ടയായിട്ടുണ്ടാവുക, കയ്യിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോഴേ പൊടിഞ്ഞ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായി കൈകൊണ്ട് അമർത്തി ഇങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർക്കണം. അത് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ഈ നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നാളികേരവും ഉപ്പുമാവും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതുപോലെ അമർത്തി വെക്കണം. ഉപ്പുമാവ് നല്ല അമർത്തി വെച്ചതിൻ്റെ ശേഷം ഒരു ചെറിയ ചൂടിൽ വേവിക്കണം. അതിന് നമ്മൾ ഈ അടച്ച് വെച്ചിട്ട് സിമ്മിൽ ഒരു 2 മിനിറ്റ് ആവി കയറ്റാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തു. ഇപ്പം നല്ല തണുത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബൈ, താങ്ക് യു.